തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുക്കുകയും അതിനെ തുടർന്ന് എനിക്കത് നല്ല രീതിയിൽ തന്നെയാണ് അവിടെ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോൾ ശ്രദ്ധേയമായ മറ്റൊരു വിഷയമുണ്ടായിരുന്നത്, അവിടെ ഉണ്ടായ ശ്രീലേഖ, മുൻ DGP ശ്രീലേഖ, അവർ കൗൺസിലർ ആയി കഴിഞ്ഞപ്പോൾ ശാസ്തമംഗലത്തെ അപ്പൊ അവർക്ക് മേയർ സ്ഥാനം ഓഫർ ചെയ്തിരുന്നു. അതുകൊണ്ട് മാത്രമാണ് മത്സരത്തിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പല ചടങ്ങുകളിലും അവർ ഒരു പിണങ്ങി നിൽക്കുന്ന പോലെയുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും വാർത്തകളിൽ വരെ അത് വരികയും ചെയ്തു. മേയറായി BB രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇറങ്ങിപ്പോകുന്നതിനെ തന്നെ പിണങ്ങിപ്പോയതാണ് എന്ന് പറയുകയും, മോദി പങ്കെടുത്ത പരിപാടിയിൽ അവർ മാറി ഒതുങ്ങി നിന്നു, ബാക്കി എല്ലാവരും മോദിക്ക് ചുറ്റും കൂടുമ്പോൾ ഇവർ മാറി ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അപ്പോൾ അവരതിന് ന്യായീകരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ അച്ചടക്കത്തിന്റെ ഭാഗം അവർ ഇതുവരെ ഫോളോ ചെയ്ത് വന്നിരുന്ന അച്ചടക്കത്തിന്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് എത്രത്തോളം വില പോകുമെന്നറിയില്ല. അപ്പോൾ ഇപ്പൊ ഒരു ചെറിയ ചർച്ചയിൽ വരുന്നത് വട്ടിയൂർക്കാവിൽ ശ്രീലേഖയ്ക്ക് മത്സരിക്കാൻ BJP അവസരമൊരുക്കുന്നു എന്നാണ്. അപ്പൊ അത് സ്വാഭാവികമായി വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ തെരഞ്ഞെടുക്കുന്നതായിരിക്കുമോ, അതോ ഈ പിണങ്ങി പറഞ്ഞ് ഈ പരിഭവം പറഞ്ഞ് അവസാനം ആ പരാതിയെല്ലാം മാറിക്കോട്ടെ എന്ന് പറഞ്ഞ് BJP ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവ് കൊടുക്കുമോ? എന്താണ് കരുതുന്നത്? അല്ല ചേച്ചി, വട്ടിയൂർക്കാവില് നമുക്കറിയാം നേരത്തെ മുതൽ ശ്രീലേഖയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. അത് ഈ പറയുന്ന പോലെ പിണങ്ങി വാങ്ങിയ സീറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സീറ്റ് കൊടുത്താൽ ഒരു പരിഹാരം എന്ന രീതിക്ക് മാത്രമേ നമുക്ക് അതിനെ കണക്കിലാക്കാൻ പറ്റൂ. കാര്യം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP അധികാരത്തിൽ വരുമ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ ഒറ്റയടിക്ക് ഗ്രാഫ് ഉയർത്തുക തന്നെയാണ് BJP ചെയ്തത്. അല്ലാതെ യാതൊരു സംശയമില്ല. കാരണം നമുക്കറിയാം മേയർ ബ്രോയെ പോലും വലിച്ചു കീറി ശ്രീലേഖ പോലും ഒരു വലിയ ചർച്ചയിൽ, അതായത് പ്രശാന്ത് എന്ന് പറയുന്ന മുൻ മേയർ അവിടെ ഉയർത്തി വെച്ചിരുന്ന ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ, ബിൽഡപ്പ് എന്ന് തന്നെ പറയാം, ഉയർത്തി വെച്ചിരുന്ന അത് വലിയൊരു ഇതായിരുന്നു. പക്ഷെ അതെല്ലാം വെറും ഒരു ചീട്ടുകൊട്ടാരമായിരുന്നു എന്നും അത് BJP വന്നതോടുകൂടി അത് തകർന്ന് തരിപ്പണമായി. ഇന്നാണ് മേയർ ബ്രോയുടെ യഥാർത്ഥ മുഖം കേരളത്തിന് കാട്ടിക്കൊടുത്തതൊക്കെ BJP ആണ്. അവിടെയും ശ്രീലേഖ ആയിരുന്നു. എനിക്കിപ്പോഴും ഞാൻ പറയുന്നു, അവിടെ ഫൈറ്റ് ചെയ്യാനുണ്ടായിരുന്നതും ആ ഒരു കാര്യത്തിൽ, ഓഫീസ് സ്പേസിന്റെ കാര്യത്തിലൊക്കെ ശ്രീലേഖ എടുത്ത നിലപാടൊക്കെ ശരിയാണ്. പക്ഷെ എങ്ങനെയും BJP വെട്ടിലാക്കുന്ന രീതിയിലാണ് ശ്രീലേഖ ആദ്യം മുതൽ മുന്നോട്ട് പോകുന്നത്. ചേച്ചി പറഞ്ഞ പോലെ ആദ്യത്തെ സംഭവം സത്യപ്രതിജ്ഞ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അതിനു മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു സർവേ ഫലം പുറത്തു വിട്ടുകൊണ്ട് ആദ്യത്തെ വിവാദം ശ്രീലേഖ ഉണ്ടാക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സർവേ ഫലം പുറത്തു വിട്ടുകൊണ്ട്. അപ്പൊ സാധാരണക്കാരിയായ ഒരു സ്ഥാനാർത്ഥിയല്ല, ഇത്രയും IPS കാരിയായ ആൾക്ക് നിർദ്ദേശങ്ങൾ അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് പോലും വിശ്വസിക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് ഈ പറയുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷം ഒരു മാധ്യമത്തിന് ശ്രീലേഖയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമ സൃഷ്ടി ആയിരുന്നില്ല അത്, ശ്രീലേഖയാണ് പറഞ്ഞത് എനിക്ക് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ലായിരുന്നു, 10 വാർഡിന്റെ ചുമതല എന്നെ ഏൽപ്പിക്കാമെന്നാണ് പാർട്ടി പറഞ്ഞത്. അപ്പൊ എനിക്ക് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ല, പക്ഷെ ഞാൻ 10 വാർഡിന്റെ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. അപ്പൊ പാർട്ടി എന്നെ പറഞ്ഞു തിരുവനന്തപുരത്തിന്റെ മുഖമായി ഉയർത്തിക്കാട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ മുഖമായി ഉയർത്തിക്കാട്ടുക എന്ന് പറഞ്ഞാൽ വെറും കൗൺസിലറല്ല, മേയർ ആക്കാം എന്നുള്ള രീതിയിൽ എനിക്ക് വാഗ്ദാനം തന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് രാഷ്ട്രീയത്തിൽ എക്സ്പീരിയൻസ് കുറവാണ് എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞിട്ട് ഇതേ ശ്രീലേഖ പറയുന്നു എനിക്ക് പരിഭവമൊന്നുമില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ശ്രീലേഖ പറഞ്ഞ കാര്യമാണിത്, എനിക്ക് പരിഭവമൊന്നുമില്ല എന്ന് പറയുന്നു. സ്വാഭാവികമായും പിന്നെ എന്തിനാണ് ഈ കാര്യം പറഞ്ഞത്? ചേച്ചി എനിക്ക് പരാതി ഇല്ലെങ്കിൽ ഞാനത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ തന്റെ സോഷ്യൽ മീഡിയയിൽ 2 കുട്ടികളുടെ ഒരു കഥയൊക്കെ പറഞ്ഞു. എന്താണ്, ഒരു കഥ ചൊല്ലട്ടുമാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഥ പറയുകയും അതൊക്കെ വെറും ന്യായീകരണം മാത്രമാവുകയാണ്. എന്നിട്ട് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അങ്ങനെയല്ല, ശരിയായ ഉദ്ദേശത്തോടു കൂടിയാണ്. എന്തായിരുന്നു ആ ശരിയായ ഉദ്ദേശം എന്ന് ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് പരാതിയൊന്നുമില്ല. ആ സമയത്താണ് ആദ്യം പറയുന്നത്, അത് BJP തന്നെയാണ് പറഞ്ഞത്, ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കും. എന്തുകൊണ്ടാണ് ചേച്ചി അങ്ങനെ പറയാൻ കാരണം? ഇവിടത്തെ ഈ പിണക്കം ഒന്ന് മാറണം, തഞ്ചത്തിൽ നിർത്തണം. അതിപ്പോ BJP എന്നല്ല, ഏത് പാർട്ടിയിലായാലും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ മറ്റൊരു സീറ്റ് കൊടുത്ത് അവരെ ഒന്ന് തണുപ്പിക്കുക, കൂളാക്കി നിർത്തുക എന്നാണ് ശ്രമിച്ചത് അന്ന്. പക്ഷെ അതിൽ വേറൊരു കാര്യമുണ്ട് സോബന. ഇപ്പം അവർ ചിന്തിക്കേണ്ടത് അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കുപരി ഇപ്പൊ ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് അവർ നിൽക്കുമ്പോൾ ആ പാർട്ടിയുടെ വിജയം, അതിനി ഏത് പാർട്ടിയിലായിക്കോട്ടെ, വ്യക്തികൾക്കല്ല യഥാർത്ഥത്തിൽ സ്ഥാനവും ഇതും കൊടുക്കേണ്ടത്. അവർ മനസ്സിലാക്കണം, ഇപ്പൊ വട്ടിയൂർക്കാവിൽ ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ BJP പരിഗണിക്കുകയാണ് എങ്കിൽ അതിനെ അവർ കൂടുന്നെന്ന് സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് യഥാർത്ഥത്തില്? അല്ല,
ശ്രീലേഖ പറഞ്ഞല്ലോ എനിക്കിനി മത്സര രംഗത്തിൽ താല്പര്യമില്ല, ഞാൻ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥി ആകുമോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ശ്രീലേഖ പറഞ്ഞത് ഞാൻ ഇനി ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോകുന്നില്ല, എന്നെ ശാസ്തമംഗലത്തിലെ ജനങ്ങൾ വിശ്വസിച്ചാണ് എന്നെ കൗൺസിലർ ആക്കിയത്, ഞാൻ ഇനി അതിൽ തന്നെ 5 വർഷം തുടരും, ഇനി ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എനിക്ക് താല്പര്യമില്ല, ഞാൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കില്ല. അപ്പോഴും അവിടെ എനിക്ക് മനസ്സിലായത് എന്താണ്, ഇവരുടെ BJP ശ്രമിക്കുന്ന അന്വേഷണം എല്ലാം പൊളിയുകയാണ് ചെയ്തത്. ഒരു കാരണവശാലും ഞാൻ അമ്പിനും വില്ലിനും അടുക്കില്ല എന്ന നിലപാട് തന്നെയാണ് ശ്രീലേഖ നിൽക്കുന്നത്. അതിൽ ചേച്ചി നമുക്ക് അവരുടെ ആ പൊസിഷനിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ് എന്നല്ലേ വരുത്തി വെക്കുന്നത്. BJP അതില് ബേജാറാവും. പക്ഷെ ഇതിന്റെ അകത്ത് പടലപ്പിണക്കങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു സത്യമല്ലേ ചേച്ചി? ഞാൻ ചോദിക്കട്ടെ, എന്താണ് നരേന്ദ്രമോദി കേരളത്തില് പ്രധാനമന്ത്രി വന്ന പരിപാടിയിൽ എല്ലാവരും കൈ കൊടുക്കുമ്പോൾ, BJPയുടെ എല്ലാവരും കൈ കൊടുക്കുമ്പോൾ ഒരാൾ മാത്രം മാറി നിൽക്കുന്നു. അത് സ്വാഭാവികമായും പാർട്ടിക്കുള്ളിലെ പിണക്കമാണ് എന്ന് വരില്ല. കാര്യം ഇത്രയും ആരോപണങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ ഇത്രയും കാര്യം പറഞ്ഞ ശ്രീലേഖ മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായും ചിന്തിക്കുന്നത് എന്താണ്, ഇനി ചിലപ്പോൾ ശ്രീലേഖയുടെ മനസ്സിൽ അങ്ങനെ ഒരു പിണക്കം ഇല്ലെങ്കിൽ പോലും അതെങ്ങനെയായിരിക്കും മാധ്യമങ്ങളടക്കം എന്തായിരിക്കും പറയുന്നത്, പിണങ്ങി മാറി നിന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് എന്താണ് കോർപ്പറേഷൻ വിജയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, കോർപ്പറേഷൻ പിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയെ കാണാൻ ഡൽഹി പോകുന്ന പരിപാടിക്ക് ട്രെയിനിൽ വരാനാകില്ല എന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു കൊടുക്കാമെന്ന് പറയുന്നു എന്റെ അമ്മയ്ക്ക് 90 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്, ജോലിക്ക് വരുന്ന ആളില്ല, എനിക്ക് 5 ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കാനാകില്ല എന്ന് പറയുമ്പോഴും അവിടെയും ശ്രീലേഖ ചേച്ചി എന്താണ്, എനിക്ക് അധികമായി പണം ചെലവാക്കുന്നതിനോട് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പോയില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു പിണക്കത്തിന്റെ ഭാഗമായി നമുക്ക് ആദ്യം മുതൽ എടുക്കുമ്പോൾ ചേച്ചി ഇതെല്ലാം ഒരു പിണക്കത്തിന്റെ ഭാഗമല്ലേ? അല്ലാതെ ഈ പറയുന്ന പോലെ പണം പാർട്ടിയുടെ ഫണ്ട് എനിക്ക് വേണ്ടി വെറുതെ പാഴാക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നതിനൊക്കെ അപ്പുറം ഉള്ളിൽ എവിടെയോ ചെറിയൊരു വിഷമം. ഇപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ശക്തിയാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് കിട്ടിയതും മൊത്തത്തിൽ ആ ഒരു ഓളം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളത്. അതിന്റെ ശോഭ കെടുത്തുന്നത് തന്നെയാണ് ഈ ഒരു വിഷയം. എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു ഐക്യത്തോടെ മുന്നോട്ട് പോയാൽ കിട്ടാവുന്ന ആ ഒരു ജനപിന്തുണയ്ക്ക് ഏൽക്കുന്ന ഒരു മങ്ങൽ തന്നെയായിരിക്കും ഇത്തരം നടപടികൾ. അല്ല ചേച്ചി, ഞാൻ പറയട്ടെ, ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവമില്ല, ശ്രീലേഖ ഇവരുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുകയാണ്, ഇത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നില്ലായിരുന്നു എങ്കിൽ ഏത് ലെവലിൽ പോയതിനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ ഗ്രാഫ് എന്ന് ചോദിച്ചു മാത്രമേ ഉള്ളൂ. അതിന്റെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഈ BJPയിൽ വരുന്നവരെല്ലാം ഈ RSS ശാഖകളിലൂടെയൊക്കെ പ്രവർത്തിച്ചു വന്ന ആൾക്കാരാണല്ലോ. ഈ നേതൃനിരകളിലൊക്കെ വരുന്നവര്, അങ്ങനെയുള്ളവർക്ക് കൃത്യമായ ഒരു അച്ചടക്കവും ആ ഒരു ബോധവും ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ പെട്ടെന്ന് ഈ ഒരു പാരമ്പര്യമില്ലാതെ ഡയറക്റ്റ് എൻട്രി BJPയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ പറയുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പൊതുവെ ഞാൻ ഒരു തലപ്പത്ത് ഇരുന്ന ഒരാളാണ്, അപ്പോൾ ഈ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ BJP ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതിനേക്കാൾ ഞാൻ കേപ്പബിൾ ആണ്, എനിക്ക് കഴിവുണ്ട് എന്നുള്ളൊരു സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ മറ്റേ ഈ ശാഖയിലൊന്നും നടന്ന് കളിച്ച് വന്നതല്ല, ഞാൻ അതിനേക്കാൾ കൂടിയ ഒരാളാണ് എന്നൊരു ചിന്തയും കൂടെ ഉള്ളിൽ ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അതുകൊണ്ടാവും ചേച്ചി. കാര്യം ഒന്നുമില്ലെങ്കിൽ ഒരു IPS കാരി ഒരു കോർപ്പറേഷൻ നമ്മൾ അങ്ങനെ കൗൺസിലർ എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട തൊഴിലല്ല. രണ്ട് തമ്മിലുള്ള വ്യത്യാസം. മറ്റേത് അക്കാഡമിക് നേട്ടങ്ങളിലൂടെ വന്നതും ഇതൊരു ജനപ്രതിനിധിയാണ്, ജനങ്ങൾ വോട്ട് കൊടുത്ത് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തതാണ്. അപ്പൊ രണ്ടിനും ആ 2 തലത്തിലാണ് കാണേണ്ടത്. 2 ഇതിലും അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ അവർ കൃത്യമായി ചെയ്യുക എന്നത് മാത്രമാണ് ചെയ്യേണ്ടിയുള്ളത്. അപ്പൊ ഇനിയിപ്പോ ദേശീയ നേതൃത്വമാണ് സ്ഥാനാർത്ഥി പട്ടിക ഒന്നും പുറത്തുവിട്ടിട്ടില്ല, ഏകദേശം ചർച്ചകൾ നടക്കുന്നു. അപ്പൊ പറയുന്നത് ഇപ്പൊ നേമത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ പേരാണ് പറയുന്നത്. അപ്പൊ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴേ നേമത്ത് ആക്റ്റീവ് ആകണം, ഇതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ ശ്രീലേഖ മത്സരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ വട്ടിയൂർക്കാവിൽ നേതൃത്വം പറഞ്ഞാൽ, ദേശീയ നേതൃത്വം പറഞ്ഞാൽ ശ്രീലേഖ അത് തള്ളിക്കളയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് അങ്ങനെ ദേശീയ നേതൃത്വം എന്തൊക്കെ പറഞ്ഞാലും മത്സരിക്കാൻ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞാലും മത്സരിക്കേണ്ട സമയമാകുമ്പോൾ നിർദ്ദേശം വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മത്സരിക്കും. ഇനി മറിച്ച് ചേച്ചി ചിന്തിക്കുക, ദേശീയ നേതൃത്വം നിർദ്ദേശം വെച്ചിട്ടും മത്സരിച്ചില്ലെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം മുൻപൊരിക്കലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, സപ്പോർട്ടീവായിട്ട് എല്ലായിടത്തും അവർ നിൽക്കുമെന്ന്. അങ്ങനെ അവിടെ നിന്ന് അവർ മാറിയത് എങ്ങനെയാണ്? അവരതും പറയുന്നുണ്ട്, എനിക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് തിരുവനന്തപുരത്തിന്റെ മുഖമായി എന്നെ ഉയർത്തി കാട്ടാമെന്ന് പറഞ്ഞതിന് അല്ല, ഞാൻ എന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയാം. ജനപ്രതിനിധി ആവാൻ വരുന്നത് ജനങ്ങളെ സേവിക്കാനാണ്. അതിലൂടെ എനിക്ക് ഇന്ന നേട്ടം ഉണ്ടാവും, ഞാൻ മന്ത്രിസ്ഥാനത്തെത്തും, എനിക്ക് ആ ഒരു സ്ഥാനം കിട്ടും എന്നുള്ള ഒരു ഓഫറിലല്ല ഒരാള് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. അവിടെയാണ് ഇപ്പോഴത്തെ ജനപ്രതിനിധികളുടെ ക്വാളിറ്റി ഇല്ലാതാകുന്നതെന്ന് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അത് സ്വയം സമർപ്പണമാണ്, സ്വയം സന്നദ്ധമായി. പറഞ്ഞതിന്റെ അകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. സത്യം എനിക്ക് മനസ്സിലായി, ഞാൻ വന്നത് യഥാർത്ഥത്തിൽ ഒരു കൗൺസിലർ ആവാൻ വേണ്ടിയിട്ടല്ല, മേയർ ആവാൻ വേണ്ടിയിട്ടാണ്. അതാണ് ശ്രീലേഖ പല ആവർത്തി തന്റെ ഇതിപ്പോ പിണങ്ങി കിട്ടിയ സീറ്റാണ്.
പിണങ്ങി കിട്ടിയ സീറ്റ് സ്വീകരിക്കോ തള്ളിക്കളയോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ BV രാജേഷ് തന്നെയാണ് ഇപ്പൊ പ്രവർത്തന ശൈലി കാണുമ്പോൾ ആ ഒരു മേയർ സ്ഥാനത്തേക്ക് അർഹനായിട്ടുള്ള ഒരാള്. രാഷ്ട്രീയം വേറെ, മറ്റേ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ വേറെ, അത് രണ്ടും രണ്ടാണ്. അല്ല, അത് മാത്രമല്ല ചേച്ചി, ഞാൻ പറയുന്നത് വട്ടിയൂർക്കാവിലെ ശ്രീലേഖയെ അതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. കാര്യം പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ ശാസ്തമംഗലത്തെ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമായിരിക്കും. അതിൽ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിന്നാൽ മതി. ആ 5 വർഷം ആ ചുമതല കൃത്യമായി ഭംഗിയായി നിർവഹിക്കുക, അത്ര മാത്രമേ അവർക്ക് ഇനി ചെയ്യാനുള്ളൂ.